സഖാവ് പിണറായി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു. ഇതിനിടെ രാജീവ് ധനകാര്യ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയും ചേർന്നൊരാളൊപ്പം എൻ്റെ ഓഫീസിലേക്ക് വരികയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നിട്ട് കാണണം, ഒന്ന് പരിചയപ്പെടണം എന്നാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ വന്നു, കണ്ടു, പരിചയപ്പെട്ടു. അപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ കേരളത്തിൽ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നു. മൂലധന നിക്ഷേപം നടത്തിയ ഒരു വ്യവസായ ശൃംഖല ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലയാളിയല്ല കേട്ടോ, ഇന്ത്യക്കാരനുമല്ല, വിദേശീയർ. അപ്പോൾ ആദ്യം പിണറായി പറഞ്ഞത്, ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വ്യവസായം എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ചോദിച്ചു, എത്രത്തോളമാണ് നിങ്ങളുടെ വ്യവസായത്തിന് വേണ്ടി മുതൽ മുടക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 3 ലക്ഷം കോടിയാണ്. 3 ലക്ഷം കോടി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പിണറായി പറഞ്ഞത്. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താണ് കേരളത്തെ, നിങ്ങൾ ഈ മലയാളിയല്ല, ഇന്ത്യക്കാരനല്ല, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികളിൽ ഒരാളാണ്, അല്ലാതെ 3 ലക്ഷം മുടക്കാനാവില്ല. നിങ്ങളെന്താണ് കേരളത്തെ ഈ മുതൽ മുടക്കാനുള്ള കേന്ദ്രമായിട്ട് തീരുമാനിച്ചത് എന്ന് സഖാവ് പിണറായി ആ മനുഷ്യനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോകത്ത് ഏറ്റവും സമാധാനപരമായി വ്യവസായം നടത്താൻ കഴിയുന്ന കേന്ദ്രമായിട്ട് ഞങ്ങൾ കാണുന്നത് ഈ കേരളത്തെയാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കേരളം എങ്ങനെയാണ് മാറിയത്? കേരളം എത്രത്തോളമാണ് മാറിയത്? പണ്ട് കേരളത്തിലേക്ക് ആരും വരില്ല എന്നാണല്ലോ പലരും ധരിച്ചു വെച്ചത്. ഇവിടെ ഒന്നും കാര്യമായിട്ട് നടക്കില്ല എന്നാണല്ലോ പറഞ്ഞു വെച്ചത്. ഇവിടെ നാഷണൽ ഹൈവേ നടക്കില്ല, ഇവിടെ KL പദ്ധതി നടക്കില്ല, കൂടംകുളത്തുള്ള വൈദ്യുതി ലൈൻ ഇങ്ങോട്ട് വലിക്കാൻ പറ്റില്ല, കേരളത്തിൽ ഒന്നും ആവില്ല എന്ന് ധരിച്ചവർക്കൊരു കാര്യം മനസ്സിലായി, കേരളത്തിൽ എന്തും ആവും എന്നുള്ള അവസ്ഥയിലേക്ക് കേരള ജനത, കേരള ഗവൺമെൻറ് നമ്മളെത്തിച്ചിരിക്കുകയാണ്. ഇത് ചെറിയ ഒരു കാര്യമല്ല. നമുക്ക് എന്തും ചെയ്യാനാവും, എന്ത് വികസനത്തിൻ്റെയും മുൻപന്തിയിൽ നിൽക്കാൻ കേരളത്തിനാവും. ഇതാണ് കാര്യം. അതിന് പരിപക്വമായ പശ്ചാത്തലം വേണം, അതുപോലെ തന്നെ സാമൂഹിക അന്തരീക്ഷം വേണം, പ്രത്യേകിച്ച് സമാധാനം വേണം. വർഗീയതക്കെതിരായി ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് മതനിരപേക്ഷതയുടെ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാക്കി ഈ കേരളത്തെ നിലനിർത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട്.